കീം പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചതോടെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ആശങ്ക. തുടർ നിയമ നടപടിക്കുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് വിദ്യാർത്ഥികൾ. പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പിന്നിലായി. നേരത്തെ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിൽ ആദ്യ 100 പേരിൽ 43 പേർ കേരള സിലബസിലെ വിദ്യാർത്ഥികളായിരുന്നു. പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ഇത് 21 കുറഞ്ഞു. എന്നാൽ CBSE വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാണ് പുതിയ നടപടി. റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. റോഷിപാൽ, വെൽക്കം ബാക്ക്. കീമിന്റെ പുതുക്കിയ പരീക്ഷാഫലം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. 1ാം റാങ്കുകാരൻ, പഴയ പട്ടികയിലെ 1ാം റാങ്കുകാരൻ 7ാം സ്ഥാനത്തേക്ക് പോവുകയും 5ാം റാങ്കുകാരൻ 1ാം സ്ഥാനത്തേക്ക് വരികയും നമ്മൾ കണ്ടു. സമാനമായി ഈ പട്ടികയിൽ കുറെ കുട്ടികൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ അവർ ഒരുപാട് പിന്നിലേക്ക് പോയിരിക്കുന്നു, പ്രത്യേകിച്ചും കേരള സിലബസിലുള്ളവർ. സുജയ പാർവതി, ആദ്യ കീമിന്റെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം അവർ വർഷങ്ങളായി ഈ വിദ്യാർത്ഥികളുടെ ആവശ്യമായിരുന്നു കീം റാങ്ക് പട്ടികയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് പരിഗണന ലഭിക്കണം, അവർ പിന്നോട്ട് പോകുന്ന നിലവിലെ സമ്പ്രദായം മാറ്റണമെന്ന് ആവശ്യം വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം സർക്കാർ അംഗീകരിക്കുകയും അതോടുകൂടി ഈ റിസൾട്ട് കീം റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ ഇടപെടലിന് പിന്നാലെ മാറ്റം വന്നതോടെ അവർ വലിയ ആശങ്കയിലാണ്. കാരണം അവർ അഡ്മിഷൻ ഉൾപ്പെടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കൈയൊഴിഞ്ഞ സാഹചര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നത് വേണമെങ്കിൽ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് നിയമപോരാട്ടം നടത്താം, പക്ഷേ സർക്കാർ നിയമപോരാട്ടത്തിന് തയ്യാറല്ല. വിദഗ്ധ സമിതി ഈ ശുപാർശ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായ ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനൊപ്പം തന്നെ ഈ തവണ അത് തിരക്കിട്ട് നടപ്പിലാക്കരുതെന്ന നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അത് പാലിക്കാതെയാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം അപ്പാടെ അവരിപ്പോൾ വീട്ടിലിരുന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഒരാൾ ഇപ്പോൾ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ കണക്റ്റഡുമാണ്. ഞാൻ പേരെന്തായാലും വെളിപ്പെടുത്തുന്നില്ല. കീമിൽ ഇപ്പോൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ്, പറയൂ, നിങ്ങളിപ്പോൾ റാങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോയോ? എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 13K ആയിരുന്നു. പക്ഷെ ഞാൻ പുറകോട്ടത് ഓൾമോസ്റ്റ് 5000 റാങ്കിന്റെ വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 18K ആണ്. അപ്പോൾ 5000 പിന്നിലേക്ക് പോയിരിക്കുന്നു അല്ലേ? അതെ. എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും അവർ ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവരും ഒരുപാട് റാങ്കിന് പിന്നീട് പോയിട്ടുള്ളവരുണ്ട്. കൂടുതലും സ്റ്റേറ്റിൽ റിപ്പീറ്റ് ചെയ്തവരുടെ അവസ്ഥയാണ് കൂടുതലും ഇത്തരം മോശത്തിൽ ആയിട്ട് വന്നിട്ടുണ്ട്. കേരള സിലബസിൽ പരീക്ഷ എഴുതിയ നിങ്ങൾ കൂടെ എഴുതിയ എല്ലാവർക്കും ഇതേ അനുഭവമാണോ? അതെ. കൂട്ടുകാർ ഫുൾ മാർക്ക് വാങ്ങിയ എൻ്റെ ഫ്രണ്ട്സിനും ഇതേ അവസ്ഥയാണ്. അവരൊക്കെ അവരുടെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ടാണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്തത്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ ഈ റാങ്ക് വെച്ച് അഡ്മിഷൻ എടുക്കുക, അത് മാത്രമാണല്ലോ മുന്നിലുള്ള ഒരു ഓപ്ഷൻ. അതല്ലാതെ നിയമപരമായിട്ട് നീങ്ങണമെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് പോകണമെന്നാണ് സർക്കാർ പറയുന്നത്. നിയമപരമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറെ വിദ്യാർത്ഥി സംഘടനകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും മാക്സിമം എഫോർട്ട് ഇട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അഡ്മിഷന്റെ കാര്യവും നോക്കൂ. കാരണം അഡ്മിഷന്റെ കാര്യത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ റാങ്ക് പട്ടികയിലൊക്കെ ഈ മാറ്റമൊക്കെ അവസാന നിമിഷമല്ലേ വന്നത്, നിങ്ങളുടെ തെറ്റല്ലല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ 13K ഉള്ള ഒരാളെ സംബന്ധിച്ച് ഗവൺമെന്റിൽ കിട്ടേണ്ടായിരുന്നു. പക്ഷേ 18K എന്നുള്ളപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഗവൺമെന്റ് സീറ്റ് പോലും ഉറപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനേക്കാൾ വളരെ ഭയങ്കര റാങ്ക് കുറഞ്ഞു പോയ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ അവസ്ഥ ഇതിലും വളരെ മോശമാണ്. ഓക്കെ, നമ്മൾ ആ പ്രശ്നം എന്തായാലും ഇപ്പോൾ മന്ത്രി അടക്കം ഇത് കേൾക്കുന്നുണ്ടാകും. ഈ പ്രശ്നം അവരുടെ മുന്നിലേക്ക് കൂടി നമ്മൾ വെക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കണക്ടിങ്. പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ വേദനയാണ്. 5000 റാങ്കാണ് കുറഞ്ഞു പോയത്, 1-2 അല്ല.